10x Properties, your trusted real estate partner in the region. ഇതിന് എമോഷണൽ അറ്റാച്ച്മെൻറ്റാണ്. സ്വർണ്ണം, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, മ്യൂച്വൽ ഫണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡ്, ഇതൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പണിക്കൂലി പോകുന്നില്ല, ഇതൊന്നുമില്ല. എന്ന് വില കൂടുന്ന ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൽ ഒരു പ്രശ്നമില്ല, ആളുകൾ ചെയ്തോട്ടെ. ഒരു മാറ്റം എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ശരിക്കും നമ്മളൊരു വിരമിക്കൽ പ്ലാൻ തുടങ്ങേണ്ടത് എപ്പോഴാണ്, ഏത് ഏജിലാണ്? അതേ സമയത്ത് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മലയാളികൾ സൂക്ഷിച്ചു വേണം. സാമ്പത്തിക അച്ചടക്കം എന്നുള്ള വാക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ഇദ്ദേഹത്തിൽ നിന്നാണ്. ഇന്ന് തലമുറകൾ മാറി, അഭിരുചികൾ മാറി, ഇഷ്ടങ്ങൾ മാറി. പക്ഷേ ഇപ്പോഴും ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വാക്കു തന്നെയാണ് സാമ്പത്തിക അച്ചടക്കം എന്നുള്ളത്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ശ്രീ KV ഷംസുദ്ദീൻ സർ. സർ, സ്വാഗതം. താങ്ക് യു. ഞാനിപ്പോൾ പറഞ്ഞു തന്നെയാണ്, കാരണം കുറേ കാലമായി, ഏകദേശം ഒരു 55 വർഷത്തോളമായിട്ട് UAE അങ്ങുണ്ട്. അങ്ങ് ഈ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ തലമുറകൾ മാറി, അഭിരുചികൾ മാറി, ഇഷ്ടങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. പണ്ടത്തെ തലമുറയോട് പറഞ്ഞു കൊടുത്തിരുന്ന കാര്യങ്ങൾ തന്നെ ഇന്നത്തെ തലമുറയോട് പറയുമ്പോൾ എന്തൊക്കെയാണ് അങ്ങേക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു മാറ്റങ്ങൾ? ജസിന്ത, ഇതിലൊരു പ്രധാന കാര്യം ജസിന്ത, ഇതിലൊരു പ്രധാന കാര്യം സമ്പാദ്യം എന്ന് പറയുന്നതിലാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ പ്രവാസികളായിട്ടുള്ള ഓരോരുത്തരും ഈ നാട്ടിൽ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ലോകത്തിൽ എവിടെ നമ്മളുണ്ടോ അവിടെയൊക്കെ പോയിട്ടുള്ളത്, നമുക്കും നമ്മുടെ കുടുംബത്തിനും സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ അത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്തെ പ്രവാസി ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ, പണ്ട് കേരളത്തിൻ്റെ സ്ഥിതി നിങ്ങളെപ്പോലുള്ള തലമുറയ്ക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ, അതായത് ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ, ഇപ്പം ഞാൻ ജനിച്ചത് 46-ലാണ്. ആ കാലത്തെ സ്ഥിതി മനസ്സിലാക്കണമെങ്കിൽ പോലും നിങ്ങൾ കാണേണ്ടത് മലയാളം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമുകൾ, 60കളിലെ ഫിലിമുകൾ എടുത്ത് കാണുക. അതിനുവേണ്ടി ഏതാനും മണിക്കൂർ ചിലവഴിച്ചാൽ അത് നഷ്ടമല്ല. അപ്പോഴേ നമുക്കറിയുള്ളൂ നമ്മൾ ഇങ്ങനെ ആയിരുന്നു എന്ന്. പിന്നീട് നമ്മൾ ഇന്നത്തെ ലൈഫ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, എത്രമാത്രം മാറ്റം വന്നു നമുക്ക് എന്നുള്ളത് അപ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ കാലത്തെല്ലാം പ്രവാസികളുണ്ടായിരുന്നു. ആ കാലത്ത് പോയ പ്രവാസികൾക്ക് ഇന്നത്തെ പോലെയുള്ള വരുമാനം ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാനിവിടെ 70-ൽ വന്ന സമയത്ത് ആദ്യം ജോലിയിൽ പ്രവേശിച്ചത് 450 ദിർഹം ശമ്പളത്തിലാണ്. അന്നത് വലിയ ശമ്പളമാണ്. കാരണം ഒരു റൂമിൽ താമസിക്കാൻ 150 ദിർഹം ആവശ്യമുള്ളൂ. ഭക്ഷണം, താമസം, ഒരു 1-2 ഫിലിം പിന്നെ മന്ത്, ഇതൊക്കെ കണ്ടാൽ 150 തരത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. അത് മാറിയിട്ടാണ് ഇന്നത്തെ ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ ഇതേ ലെവലിൽ തന്നെ ആയിരുന്നു നമുക്ക് കയ്യിൽ വരുന്ന പൈസയും. അപ്പോൾ അത്രേ നമ്മുടെ നാട്ടിലേക്ക് അയക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. അതേ സമയത്ത് കാലം മാറും തോറും നമ്മുടെ പ്രൊഫൈല് മാറി. ഗൾഫിലേക്ക് വരുന്ന ആളുകളുടെ പ്രൊഫൈല് മാറി. അതായത് ആദ്യകാലങ്ങളിൽ വന്ന, എൻ്റെ ഫാദർ സിലോണിലായിരുന്നു, ആ സിലോണിൽ 56-ൽ വന്നു. അങ്ങനെ പിന്നീട് എനിക്ക് പ്രായമായപ്പോൾ 24 വയസ്സിൽ ഞാൻ ഈ നാട്ടിൽ വന്നു. ഇങ്ങനെ ചേഞ്ചുകൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ എൻ്റെ മകൻ ബോംബെയിൽ പോയിട്ടാണ് ഹയർ സ്റ്റഡീസ് ചെയ്തത്. എൻ്റെ മകൻ്റെ മകൻ ഇപ്പോൾ ഇവിടെ യൂറോപ്യൻ നാടുകളിൽ പോയിട്ടാണ് ഹയർ സ്റ്റഡീസ് നടത്തുന്നത്. അപ്പം നമ്മളുടെ എല്ലാ തരത്തിലും നമ്മളുടെ സ്വഭാവം, പ്രൊഫൈൽ, ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ എന്തെന്നില്ലാത്ത മാറ്റം, മറ്റൊരു സംസ്ഥാനങ്ങളിലില്ലാത്ത മാറ്റങ്ങൾ ഉണ്ട് എന്ന് ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരുമൊക്കെ ഇങ്ങനെ സൗച്യം ഇങ്ങനെ പറയുന്നു. പക്ഷെ ഇത് ഇന്ന് ഉത്തരവാദിയായിട്ടുള്ളവർ കേരളത്തിൻ്റെ 10% വരുന്ന പ്രവാസികളാണ്. ഈ ഒരു പ്രവാസി 4 ആളുകൾക്ക് തണൽ നൽകുന്നുണ്ടെങ്കിൽ
ജീവിതം നൽകുന്നുണ്ടെങ്കിൽ 50% ഈ കേരളീയരും ജീവിക്കുന്നത് പ്രവാസികളെ ഇൻഡയറക്റ്റോ ഡയറക്റ്റോ ആശ്രയിച്ചിട്ടാണ്. ആ. അതുകൊണ്ടാണ് മൊത്തം മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ളത്. നമ്മൾ 2 ലക്ഷം റുപ്യ കേരളത്തിലേക്ക് അയക്കുമ്പോൾ ഒരു വർഷത്തിൽ 30 ലക്ഷം ഉം. 30,000 ആ. കോടി 30,000 കോടി. കോടി അന്യ സംസ്ഥാനങ്ങളിലേക്ക് ഉം. ബാങ്കിങ് ചാനലിൽ കൂടെ അയക്കുന്നുണ്ട്. ഉം. ആ, മനസ്സിലായി. ഇതാണ് വിരോധാഭാസം. അതെ. എന്തുകൊണ്ട് നമ്മൾ ജോലിക്ക് വേണ്ടി പുറത്തു പോകുന്നു, അതേ സമയത്ത് പല ജോലികളും നാട്ടിൽ അവശേഷിക്കുന്ന മലയാളികൾ ചെയ്യാൻ വിമുഖത കാണിക്കുന്നു. അതുകൊണ്ട് മറ്റുള്ളവർ വരുന്നു, ജോലി ചെയ്യുന്നു, ആ ജോലി ചെയ്ത് അവരെ നാട്ടിലേക്ക് പൈസ അയക്കുന്നു. ഒരാളും തന്നെ അങ്ങനെ വരുന്നവർ 5 വർഷത്തിൽ കൂടുതൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നില്ല. കാരണം 5 വർഷം നിൽക്കുമ്പോഴേക്ക് അവർ അതിസമ്പന്നരായി മാറണം. സ്വന്തമായിട്ട് ധാരാളം ഏക്കർ കണക്കിന് കൃഷിഭൂമി, മറ്റുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളവരായിട്ട് മാറുകയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രൊഫൈല്. അപ്പോൾ ഇപ്പോഴ് വരുന്ന ആളുകൾ അത്യാവശ്യം സൗകര്യമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ അവർ നാട്ടിൽ തന്നെ അവരുടെ പേരൻസും അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് ഗൾഫിൽ നിന്ന് പണം അയക്കുകയും അതിൻ്റെ ഫലമായി അവർക്കുണ്ടായിട്ടുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ജീവിതം ശീലിച്ചവരവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു നല്ലൊരു അടിപൊളി ജീവിതം നമ്മുടെ നാടൻ ഭാഷയിൽ പറയണമെങ്കിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം വരുന്നത്. അതിലെ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം, സാർ എപ്പോഴും, ഞാൻ സാറിനെ കേട്ട് തുടങ്ങുന്നത് ഏഷ്യാനെറ്റ് റേഡിയോ കാലത്താണ്. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് സാർ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾക്കൊരു 1000 ദിർഹമാണ് ഇവിടെ സാലറി ആയിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് 800 കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കുക, ബാക്കി 200 നിങ്ങൾ സേവ് ചെയ്യാം. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, കാലം ഒരുപാട് കടന്നു പോയെങ്കിലും ഇപ്പോഴും അതിന് പ്രസക്തമാണ്. ആ ഒരു കാര്യം ഇപ്പോഴും പ്രസക്തമാണ്. പക്ഷേ പുതിയ തലമുറ ചെയ്യുന്നത്, എനിക്കിപ്പോൾ 1000 ദിർഹത്തിൻ്റെ ചിലവുണ്ട്, ഞാൻ 1200 എന്നുള്ളൊരു വരുമാനം കിട്ടാനുള്ള സാധ്യതകൾ കൂടി പുതിയ തലമുറ നോക്കുന്നുണ്ട്. എന്നിട്ട് ഈ 1200 വരുമാനം കിട്ടി 1000 ചിലവാക്കി 200 സേവ് ചെയ്യുന്നു. അതായത് വരുമാനം കൂട്ടി സമ്പാദ്യം കൂട്ടുന്നു എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. മാറിയിട്ടുണ്ട്. അതിൽ എപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഉയരാൻ ആഗ്രഹിക്കണം. നമ്മൾ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവാൻ ആഗ്രഹിക്കണം. മാത്രമല്ല, നമുക്ക് വേണ്ടത് ഏറ്റവും സർവ്വപ്രാധാന്യമായിട്ടുള്ളത് പ്ലാനിങ് ആണ്. ഒരു വ്യക്തി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ഞാൻ പഠിച്ച് എന്തായിത്തീരണമെന്ന് ആഗ്രഹിക്കണം. അത് പ്ലാനിങ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ അവിവാഹിതമായിട്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ വരുന്നത്. ജോലി പ്രവേശിക്കുന്നു. ആ ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കുന്നത് ഇയാൾ വിവാഹിതനാകുകയാണ്. വിവാഹിതനായതോടുകൂടി ഒരു വീട്ടിൽ ഒരു അംഗത്തിൻ്റെ എണ്ണം വർദ്ധിച്ചു. അത് യാദൃച്ഛയായിട്ട് സംഭവിക്കുന്നതല്ല, നമുക്കറിയാം. അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് ആ സമയത്ത് വരുമാനം കൂടുതൽ ഉണ്ടാവണമെന്ന് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ദ പ്ലാനിങ്. കുറച്ച് കഴിയുമ്പോൾ കുട്ടികളുണ്ടാവും. ഒരു കുട്ടി ജനിച്ചാൽ ഒരു മുതിർന്ന ആൾ വീട്ടിൽ ഉണ്ടെങ്കിൽ അതിന് വരുന്ന ചെലവിന് തുല്യമായൊരു ചെലവ് ഒരു കുഞ്ഞ് ജനിച്ചാലുണ്ടാകും. ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. ഇത് ഉണ്ടാവുന്നത് യാദൃച്ഛികമല്ലാത്തത് കൊണ്ടും ഇന്ന സമയത്ത് എനിക്ക് ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, അതിനനുസരിച്ച് എൻ്റെ വരുമാനം കൂടുതലുണ്ടാവണം. അപ്പോൾ അതിന് പ്രയത്നിക്കേണ്ടത് നമ്മളെപ്പോഴും ഉയരാൻ ആഗ്രഹിക്കണം. ആ ഉയരാൻ ആഗ്രഹിക്കുന്നത് വെറുതെ ഉയർച്ച കിട്ടില്ല. നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം, നോളജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യാൻ. ഈ പുണ്യഭൂമി എന്ന് ഞാൻ എപ്പോഴും പറയുള്ളൂ, UAE. ഈ പുണ്യഭൂമിയിൽ ജോലി ചെയ്യുന്ന ജീവിക്കുന്നവർ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പോകുമ്പോൾ അവരെ കൈ നിറയെ നൽകാതെ ഈ നാട് പറഞ്ഞയക്കില്ല. അതാണ് ഈ നാട്. അത് എത്രയോ ലക്ഷക്കണക്കിന് പ്രവാസികളുടെ അനുഭവം നമ്മുടെ മുമ്പിലുള്ളതാണ്. അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ ഇതിൽ സൂക്ഷിക്കണം. ആദ്യം വേണ്ടത് നമുക്ക് പ്ലാനിങ് വേണം. രണ്ടാമത് നമുക്ക് തിരിച്ചു പോക്കുണ്ടോ എന്നുള്ളത് ഉറപ്പാണ്. നമ്മളൊരു അന്യനാട്ടിലാണ്, നമുക്ക് ചുരുങ്ങിയ വർഷത്തെ വിസയാണ് അറ്റ് എ ടൈം നമ്മുടെ കയ്യിലുള്ളത്. അങ്ങനെ വരുമ്പോൾ ആ തിരിച്ചു പോയാൽ നമുക്ക്
ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നു എന്നതുപോലെ ജീവിക്കാനുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സ് അതിൽ നിന്നുണ്ടാവണം. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാക്കിയ സമ്പത്തിൽ നിന്ന് അങ്ങനെ ഒരു സ്രോതസ്സ് ഉണ്ടാവാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഒന്ന് പ്ലാനിങ് ആണ്, രണ്ടാമത് അതിനു വേണ്ടി മാറ്റിവെക്കലാണ്. ആ മാറ്റിവെക്കൽ ജസീത പറഞ്ഞാണ്, കേട്ട് കേട്ട് ജനങ്ങൾ മടുത്ത കാര്യമാണ്. പക്ഷെ മടുക്കല്ല ചെയ്യുന്നത്, വീണ്ടും അതെ, വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ഓരോ വ്യക്തി എന്നെ വിളിക്കുമ്പോൾ പറഞ്ഞു, 10 വർഷം കേട്ടു സാറേ, ഇതുവരെ ഒന്നും ചെയ്തില്ല. ഇപ്പം എനിക്ക് ബോധ്യപ്പെട്ടു, പലരെയും സ്ഥിതി കാണുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അത് അപകടമായി തീരുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തുടങ്ങണം എന്നാണ് പറയുന്നത്. അതേ സമയത്ത് നേരത്തെ തുടങ്ങിയ ആളുകൾ വളരെ ചുരുങ്ങിയ വരുമാനക്കാർ, 2000, 3000 ശമ്പളം മേടിക്കുന്നവർ പോലും 1 കോടി 1.5 കോടി ഉള്ളവരായി മാറിയിട്ടുണ്ട്. അതെന്ന് നിഷ്പ്രയാസം സാധിക്കും. ഉദാഹരണമായിട്ട് ഒരാൾ 10,000 ഉറുപ്പിക എല്ലാ മാസവും മാറ്റിവെക്കുന്നു. 10 വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ 120 മാസം കൊണ്ട് 12 ലക്ഷം ചെയ്തിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ടിലാണ് പ്രതിമാസമായിട്ട് ഈ സംഖ്യ നിക്ഷേപിക്കുന്നതെങ്കിൽ അവർ നിക്ഷേപിച്ച 12 ലക്ഷം ഉറുപ്പിക 27 ലക്ഷം ഉറുപ്പികയായിട്ടുണ്ടാവും. 20 വർഷം ചെയ്തു കഴിഞ്ഞാൽ 20 വർഷം 240 മാസം കൊണ്ട് പ്രതിമാസം 10,000 വെച്ചാണ് ചെയ്തതെങ്കിൽ 24 ലക്ഷമാണ് അവർ ചെയ്തിട്ടുണ്ടാകുക. ആ 24 ലക്ഷം ഉറുപ്പിക ഏറ്റവും ചുരുങ്ങിയത് 1.5 കോടി ഉറുപ്പികയായിട്ടുണ്ടാവും. അതേ സമയം 30 വർഷം ചെയ്താൽ 36 ലക്ഷമാണ് ചെയ്തിട്ടുണ്ടാകും 360 മാസം കൊണ്ട്. അത് 7 കോടിയായിട്ടുണ്ടാകും. ഇതൊന്നും ഒരാൾക്കും വിശ്വസിക്കാൻ സാധിക്കില്ല. ഈ പറയുന്ന ഫിഗർ എന്ന് പറഞ്ഞാൽ ഇത്രേ കാലം മുമ്പ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ കാണുന്നതാണ്, അവരുടെ പോർട്ട്ഫോളിയോയിൽ ഇപ്പോൾ കാണുന്നതാണ്. പക്ഷെ നമ്മളത് പറയുമ്പോൾ പോലും ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് നിക്ഷേപ അവസരങ്ങൾ ഇപ്പം ഇന്ത്യയിൽ നിക്ഷേപിക്കാം. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ ഈ കറൻസി ഫ്ലക്ച്വേഷൻ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രവാസികളെ സംബന്ധിച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള നിക്ഷേപ ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ UAE ആണെങ്കിൽ ദിർഹത്തിൽ, ഇപ്പം നാഷണൽ ബോണ്ട് പോലുള്ളവ. അപ്പോൾ കുറച്ചുകൂടി ആ രീതിയിലുള്ള നിക്ഷേപങ്ങളിലേക്ക് മാറിയിട്ടുണ്ടോ ആളുകൾ? സാറിൻ്റെ ഒരു അനുഭവത്തിൽ എങ്ങനെയാണ്? ജസ്റ്റ് ഞങ്ങൾ കമ്പനി 25 വർഷം സിൽവർ ജൂബിലിയാണ്. ഞങ്ങൾ ഇതുവരെ ഇന്ത്യയിലുള്ള 45 അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ, മ്യൂച്വൽ ഫണ്ട് നമ്മുടെ പ്രിയപ്പെട്ട നിക്ഷേപകർക്ക് നൽകലാണ് ചെയ്തിരുന്നത്. ഞങ്ങളുടെ അതിയായ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ട് ഒരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായി തീരുക. അതായത് മ്യൂച്വൽ ഫണ്ട് നിർമ്മിക്കുന്ന സ്ഥാപനമായിട്ട് മാറിയ. അത് 2021 ജനുവരി 2026 ജനുവരി 14-ാം തീയതി അത് സാക്ഷാത്കരിച്ചു. ബർജീൽ ജിയോജിത് ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന പേരിൽ ഇവിടുത്തെ CMA എന്ന് പറയുന്ന നമ്മുടെ സെബിക്ക് തുല്യമായിട്ടുള്ള റെഗുലേറ്ററി അതോറിറ്റിയുടെ പെർമിഷൻ കൂടി നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ 10 മ്യൂച്വൽ ഫണ്ടുകൾ, ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 10 മ്യൂച്വൽ ഫണ്ടുകൾ, അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള യൂറോപ്യൻ യൂണിയനിലുള്ള പല കൺട്രികളിലാണ്. ആ 10 അത്തരത്തിലുള്ള ഫണ്ടുകളുടെ ഒരു സമുച്ചയമാണ്. ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നവട്ടെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഫണ്ട് മാനേജർമാരാണ്, അസറ്റ് മാനേജർമാരാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫണ്ടുകളൊക്കെ വളരെ നല്ല നിലയ്ക്ക് പെർഫോം ചെയ്യുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, UAE ജീവിക്കുന്ന ആളുകൾ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം $500,000 വേണം. 5 ലക്ഷം ഉണ്ടെങ്കിലേ, ഡോളർ ഉണ്ടെങ്കിലേ നിക്ഷേപിക്കാൻ സാധിക്കുള്ളൂ. ഇത് ഡോളർ ഡിനോമിനേഷനിലുള്ളതാണ്. കൂടാതെ UAE ഡൊമസൈലിൽ UAEയിലുള്ളതാണ്. മൂന്നാമത് ഇതിൻ്റെ പ്രത്യേകത $5,000 ഉണ്ടെങ്കിൽ നമുക്ക് നിക്ഷേപം നടത്താൻ സാധിക്കും. $500,000 5 ലക്ഷം ആവശ്യമില്ല. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് പോലും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു
നിക്ഷേപം. നിക്ഷേപ മാർഗ്ഗമാണ്. ഉം. അതേ സമയത്ത് ഇവിടെ ചില ആളുകൾ ഇവിടുത്തെ ലോക്കൽ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഉം. അപ്പോൾ ഇന്ത്യൻ ഷെയർസിൽ കിട്ടുന്ന അത്ര തന്നെ കിട്ടുന്നില്ല, പക്ഷെ ആളുകൾ ചെയ്യുന്നുണ്ട്. അല്ല, ഈ കറൻസിയുടെ റേറ്റ് കൂടി വെച്ച് അതിലുള്ളൊരു നോക്കുമ്പോൾ ലോങ് ബെനിഫിറ്റ് ടേം ഇന്ത്യൻ എന്നുള്ളത്. റുപ്പീസ് 1970 ഞാൻ ആദ്യമായിട്ട് എൻ്റെ പിതാവിന് 1000 ഉറുപ്പ്യ അയച്ചത് 666 ദരംസിനാണ്. ഓക്കെ. 1000 ഉറുപ്പ്യക്ക് 666. ഇപ്പോൾ 2026 നമ്മൾ വന്നപ്പോൾ എത്രയാണ് 1000-ന് വേണ്ടത്? ഒരു ദിർഹത്തിന് 25 എന്നുള്ള രീതിയിൽ 25 ദർഹത്തിന് 1000 ദർഹം കിട്ടുന്ന അവസ്ഥ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇന്ത്യൻ റുപ്പി എൻ്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രതിഭാസം ഉണ്ടാവുന്നത്. അതേസമയത്ത് ഡോളറിലും വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഡോളറിന് ആദ്യം വരുന്ന സമയത്ത് 7 രൂപയ്ക്ക് ഒരു ഡോളർ കിട്ടുമായിരുന്നു. ഇപ്പോഴ് ഒരു ഡോളറിന് 80 ഉറുപ്പിയാണ് ഇന്ത്യയിൽ കിട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് ഡോളറും മൂല്യം കുറഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം അതിനേക്കാൾ കൂടുതൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ആഗോള അസ്ഥിരാവസ്ഥ കാര്യങ്ങളൊക്കെ പറയെങ്കിലും ഇപ്പോൾ സേഫസ്റ്റ് കറൻസികളായിട്ടാണ് സാധാരണയായിട്ട് ഇപ്പോൾ ഡോളറിനെയും UAE ദിർഹത്തിനെയൊക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, കൂടുതലായിട്ട് ആളുകൾ അത്തരം ഫോറിൻ കറൻസികളിൽ ഇവിടെയുള്ള ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടോ? ഉണ്ട്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഈ പറഞ്ഞ ഫണ്ട് ഉണ്ടല്ലോ, ഇതിന് വളരെ നല്ല പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ ഞങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിൽ ഇപ്പോൾ ഡോളറിൽ ഡെപ്പോസിറ്റൊക്കെ ചെയ്യുമ്പോൾ അതിന് കിട്ടുന്ന 4% ഒക്കെയാണ് അതിന് കിട്ടുന്ന ഫിക്സഡ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതേസമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനീ പറഞ്ഞ 10 ഫണ്ടിൽ ഏറ്റവും കൂടിയ റിട്ടേൺ കൊടുത്തിട്ടുള്ളത് 26% ആണ്. ഏറ്റവും കുറവ് കൊടുത്തിട്ടുള്ളത് 12% ആണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് ഈ ഡോളർ ഫണ്ടിൽ തന്നെ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ വളരെ സിമ്പിളാണ്. KYC ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ആ KYC മാത്രമേ അതിന് ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടാവും. ഡോളർ അക്കൗണ്ട് അല്ല, ദർഹം അക്കൗണ്ടാണ് ഉണ്ടാവുക. അതിൽ നിന്ന് നമുക്ക് ചെക്ക് എഴുതിയിട്ട്, കാരണം അതിനുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ UAE ദർഹവും ഡോളറും തമ്മിലുള്ള ഫിക്സഡ് ആണ്. ആ ഫിക്സഡ് ആയതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് ചെക്ക് എഴുതിയിട്ട് തന്നെ പൈസ ഇതിനു വേണ്ടി എടുക്കാൻ സാധിക്കും. ഇപ്പം നമ്മൾ നേരത്തെ ഈ ജനറേഷൻ അതിനെ കുറിച്ച് പറഞ്ഞല്ലോ. പണ്ടത്തെ പ്രവാസികളൊക്കെ നേരത്തെ സാറ് പറഞ്ഞു, ഈ സാമ്പത്തികമായിട്ട് ഒരു ഇത് തേടിയിട്ടാണ് അധിക പേര് UAE വരുന്നത്. പക്ഷേ ഇപ്പോൾ പുതിയ തലമുറ അങ്ങനെയല്ല. അപ്പോൾ നാട്ടിൽ ഒരുവിധം അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ 2 മക്കളായിരിക്കും, അവർ നല്ല നിലയ്ക്ക് ജീവിച്ചിരുന്നവരാണ് ഇവിടേക്ക് വരുന്നത്. അവർക്കൊരു വീടോ അല്ലെങ്കിൽ അത്തരം ബാധ്യതകളൊന്നും എടുത്ത് വെക്കാൻ, അല്ലെങ്കിൽ വീടുണ്ടാക്കി അതിൻ്റെ ഒരു ബാധ്യത അടച്ചു തീർക്കുക, അങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെടാത്തവരാണ് പുതിയ തലമുറ. ഇപ്പോൾ ജെൻസി തലമുറ എന്ന് പറയുന്നവർ അത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പല സർവേകളും പറയുന്നത്. അപ്പോൾ അത്തരം കുട്ടികളോട്, അങ്ങനെ വരുന്ന കുട്ടികളോട് സാറിന് എന്താണ് പറയാനുള്ളത്? എന്താണ് അവരുടെ വീടിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. വീട് എല്ലാവർക്കും ആവശ്യമാണ്. അതേസമയത്ത് ഇപ്പോൾ ഒരു പ്രതിഭാസം കണ്ടുകൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ 5 വർഷമായിട്ട് UAE-യിൽ ധാരാളം മലയാളികൾ വീട് വാങ്ങിക്കുന്നുണ്ട്. ഈ ഒരു 5-6 വർഷം മുമ്പ് ഞാനത് അഡ്വൈസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അതിന് കാരണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ സിനാറിയോയിൽ നോക്കുകയാണെങ്കിൽ ആ ചെയ്യുന്നത് യുക്തിപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം മെജോറിറ്റി ആളുകളും വിവാഹിതരായാൽ വൈഫിനെ കൊണ്ടുവരുന്നു, വൈഫ് ജോലി ചെയ്യുന്നു, ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. ഈ കുടുംബമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സമ്പാദ്യമാണ്. നമ്മൾ എത്ര പണം ഉണ്ടാക്കിയിട്ടും ഒരു കുടുംബജീവിതം ഇല്ലെങ്കിൽ എന്താ അതിൽ അർത്ഥമുള്ളത്? അപ്പോൾ മക്കള് ഇവിടെ പഠിക്കുന്നു, വളരുന്നു. ആ സാഹചര്യത്തിൽ ഈ ഫാമിലിയായിട്ട് വളർന്നു വരുന്ന സമയത്ത് ഒരു വീട് വാങ്ങിക്കാൻ, ഇൻസ്റ്റാൾമെൻറ്റിൽ വാങ്ങിക്കാൻ സാധിക്കുമെങ്കിൽ ഇവിടെ വാങ്ങിക്കാനാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത്. അതേ സമയത്ത് നാട്ടിൽ ഒരു വീട് വെക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു പ്രവാസി സകുടുംബം ജീവിക്കുന്നവർ, ഇവർ വർഷത്തിൽ 1 മാസമാണ് നാട്ടിലേക്ക് പോവുക. ഇവർ നിർമ്മിച്ച ആ വീട്ടിൽ
വർഷത്തിൽ ഒരു ഒരു മാസം. മാസമാണ് ജീവിക്കുക. അതേ സമയത്ത് ഇവരൊരു വീട് മേടിച്ചിട്ടുണ്ടെങ്കിൽ 11 മാസത്തിൽ താമസിക്കാം. ഒരു മാസമേ പൂട്ടിയിടുന്നുള്ളൂ. കുട്ടിയിടുന്നുള്ളൂ. അവിടെ 11 മാസം പൂട്ടിയിടുന്നു. മാത്രമല്ല, പ്രായമായ മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കൾ വാങ്ങിച്ചാൽ നിർമ്മിച്ച ഈ വീട് നശിച്ചു പോകരുതെന്ന് വളരെയധികം ആഗ്രഹമുള്ളവരായിരിക്കും. ആ പ്രായാധിക്യത്തെ വകവയ്ക്കാതെ അതിനെ കൊണ്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കും. അവർക്കതൊരു ഭാരമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സിനാറിയോ. അതേസമയം തന്നെ ഇവിടെ വാങ്ങിക്കുന്ന വീടാണെങ്കിൽ ഇപ്പോൾ പുതിയ തലമുറ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടികളാണെങ്കിൽ അവർ ഒരുപക്ഷെ ഇവിടെ തന്നെ തുടർന്ന് പോകാനായിരിക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്കതൊരു അസറ്റ് കൂടിയാണ്. അതെ, അതിൽ വേറെ ഇഷ്യൂ ഉണ്ട്. ഇവിടെ ഒരു 30 വർഷം കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അനുഭവമുള്ള കാര്യമാണ് പറയണം. തിരിച്ചു പോയി കഴിഞ്ഞാൽ 30 വർഷം പഴക്കമുള്ള വീടായി മാറും. അതെ അതെ. അപ്പം നമ്മൾ 30 വർഷം പഴക്കമുള്ള ഒരു വീട് നമ്മുടെ മക്കൾ അവിടെ താമസിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഭാവരൂപങ്ങളൊന്നും തന്നെ അവർക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നതാവില്ല. ഇത്രയും കാലത്ത് പഴഞ്ചനായി മാറിയിട്ടുണ്ടാവും. മാത്രമല്ല, ഇത് ഉപയോഗിക്കാതെ കിടന്നാൽ അത് പെട്ടെന്ന് നശിച്ചു പോകും. എനിക്ക് അനുഭവമുണ്ട്. ബാങ്കറായിട്ടുള്ള ഒരാൾ കോഴിക്കോട് ഒരു വീട് വെച്ചു. നല്ല മനോഹരമായ വീടായിരുന്നു. പക്ഷെ മക്കള് മാംഗ്ലൂരാണ് പഠിച്ചിരുന്നത്. ഇവർ കണ്ണൂരുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും എളുപ്പം ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറുള്ള തറവാട്ടിലേക്ക് വെക്കേഷനിൽ അവിടെ വരിക, അവിടെ പിന്നെ കസിൻസും അവരൊക്കെ അവരായിട്ട് ജീവിക്കുക. അങ്ങനെ അവർ ജീവിച്ചു. ഈ വീട് അടച്ചു തന്നെ കിടന്നു. ഇപ്പം ആ വീട് പൊളിച്ചു കളഞ്ഞു. കാരണം അതിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുന്ന ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, നമ്മുടെ കുട്ടികൾ എവിടെ ആയിരിക്കും അവരെ നമ്മൾ പറക്കാൻ വിടുകയാണ്. ആ പറന്ന് എവിടെയാണ് ആ പക്ഷികൾ പോയി കൂടുകൂട്ടുന്നത് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇത് ഉൾക്കൊണ്ട് കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഒരു വീട് വെക്കാം എന്ന്. ആ വീട് വെക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആലോചിക്കേണ്ടത് അത് ഇൻസ്റ്റാൾമെൻറ്റിൽ ചെയ്യുന്നതാണെങ്കിൽ എൻ്റെ സാമ്പത്തിക ശേഷിക്ക് അനുസൃതമായ ഒരു EMI വെച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അപകടം ഉണ്ടാക്കും. മാത്രമല്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു പ്രതിഭാസം, വീട്ടിൽ 1 or 2 കാറൊക്കെ ഉള്ളവരായിരിക്കും ഇവിടെ വന്നിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ജോലി കിട്ടിയാൽ ആദ്യം ഇപ്പം എൻ്റെ അടുത്തൊക്കെ വരും. ഉടനെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യണം, അതിനൊരു ലെറ്റർ വേണം. അപ്പോൾ ലെറ്റർ കൊടുക്കും. അത് ഏതാനും മാസം കഴിഞ്ഞാൽ ലൈസൻസ് കിട്ടും. അപ്പോൾ വേറൊരു ലെറ്റർ വേണം. കമ്പനിയിൽ നിന്ന് ഒരു ലോണ് എടുക്കണം, ഒരു കാറ് മേടിക്കാൻ, ഒരു ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു കാറ് മേടിക്കണം, അതിനൊരു ലെറ്റർ വേണമെന്ന് പറയും. അപ്പോൾ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഈ ആഗ്രഹങ്ങൾ എപ്പോഴും നമ്മുടെ കൊക്കിന് ഒതുങ്ങാവുന്ന ആഗ്രഹങ്ങളെ ആവാറുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് മൊബൈൽ ഫോൺ, എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. ഈ മൊബൈൽ ഫോണ് ഒരു 5 വർഷമെങ്കിലും ഒരു ഐഫോൺ നടക്കും. അതേ സമയത്ത് ഒരു ഐഫോൺ ഇറങ്ങുന്നത് എല്ലാ വർഷവും പുതിയതിറക്കും. കാര്യമായിട്ട് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാലും ഞാൻ ഈ സുഹൃത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ടേബിളിൻ്റെ മുകളിൽ ഇയാളുടെ iPhone 17 കാണുക എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക, പ്രസ്റ്റീജിൻ്റെ കാര്യമായിട്ടാണ് കാണുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ മാറ്റണം. നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് ജീവിക്കുക. അല്ലാതെ മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ, അത്യാവശ്യങ്ങൾ, അനാവശ്യങ്ങൾ ഇതെല്ലാം സംഭവിച്ചു പോകും നമ്മളറിയാതെ. എന്ന് പറഞ്ഞ ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ ഇതും ആയിപ്പോവും ഇങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവുള്ളൂ. നല്ല ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരിച്ചുപോക്കുണ്ടാവണം. ആ തിരിച്ചുപോക്കുണ്ടായി കഴിഞ്ഞാൽ സുഖസന്തോഷമായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ആ സാധിക്കണമെങ്കിൽ പ്ലാനിങ് വേണം. അതുപോലെ നിർബന്ധപൂർവം നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണോ അതിൽ നിന്ന് 20% മാറ്റിവെക്കുകയും ആ മാറ്റിവെക്കപ്പെട്ട പണം ഏറ്റവും നല്ല നിക്ഷേപ മാർഗം എന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്
SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. എല്ലാ മാസവും ഒരു നിശ്ചയ സംഖ്യ മാറ്റിവെക്കുന്നത്, നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. അതൊരു അത്ഭുതമാണ്. ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുള്ളത് വേൾഡിലെ 8th വണ്ടറാണെന്ന്. കാരണം 10 വർഷം ചെയ്താൽ അതിന് 12 ലക്ഷം 27 ലക്ഷം ആയ സ്ഥിതിക്ക് 20 വർഷം ചെയ്താൽ അത് പോയി 1.5 കോടിയാവുന്നു. അതേ സമയത്ത് 30 വർഷം ചെയ്താൽ 7 കോടിയായി മാറുന്നു. ഇത് കോമ്പൗണ്ടിങ് കൊണ്ടുള്ള ഒരു പ്രതിഭാസമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മുമ്പിൽ വ്യക്തമായിട്ട് അറിയാമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും നാട്ടിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബം എങ്ങനെ ജീവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു വെക്കേഷൻ പോയാൽ നമുക്ക് എങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ, അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിക്കും. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ പുതിയ ജനറേഷൻ്റെ ചിന്താഗതികളൊക്കെ മാറി. അതുപോലെ തന്നെയാണ് സ്വർണം. ഇപ്പം ഇപ്പോഴത്തെ പെൺകുട്ടികളാണെങ്കിൽ ഒരിക്കലും സ്വർണം ആഭരണമായിട്ട് അണിയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോഴും നമ്മൾ പറയുന്നത് ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്വർണം വെള്ളി എന്നുള്ളതാണ്. സ്വർണത്തിൻ്റെ വില ഓരോ ദിവസം കൂടുന്തോറും കൂടുന്ന ഒരു പ്രതിഭാസം കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴും സ്വർണവും വെള്ളിയും ഒക്കെ തന്നെയാണ് ഏറ്റവും നല്ല നിക്ഷേപങ്ങളായിട്ട് കണക്കാക്കുന്നത്. എങ്ങനെയാണ് സാറിൻ്റെ ഒരു അഭിപ്രായം? സ്വർണം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ മനുഷ്യരാശി സ്വർണം കണ്ടെത്തിയ സമയം മുതൽ ഉള്ള സ്വർണം മുഴുവൻ ഭൂമിയിലുണ്ടെന്നാണ് ഞാൻ പറയണം. അമേരിക്കയിൽ ലോക്കറിൽ സൂക്ഷിക്കുന്നു, അതേസമയത്ത് ബാങ്കുകളിൽ ലോക്കറിൽ സൂക്ഷിക്കുന്നു. പക്ഷെ ഭൂമിയിലുണ്ടെന്ന് പറയുന്നതിന് കാരണം ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചു പോകുന്നത് നമ്മൾ ആഭരണങ്ങളായിട്ട് ഉപയോഗിക്കുമ്പോൾ വല്ലയിടത്തും വീണ് പോകുന്നു, പിന്നെ നമുക്ക് കാണാൻ സാധിച്ചില്ല, വീണ്ടെടുക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഭൂമിയിൽ അതുണ്ട്. അതേസമയം ഈ സ്വർണത്തിന് വില വർധനവ് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വർധനവുണ്ടായത് 1980 വാർ ഉണ്ടായ സമയത്താണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ അങ്ങനെയാണ് ഉണ്ടാവുക. എന്തെങ്കിലും ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകുക, അല്ലെങ്കിൽ അൺസർട്ടിനിറ്റി ഉണ്ടാകുക, ഇങ്ങനെയുള്ള സമയത്താണ് ഉണ്ടാകുക. അത് കഴിഞ്ഞ് 2 വർഷം കൊണ്ട് 82 മുതൽ സ്വർണത്തിൻ്റെ വില വീണ്ടും താഴോട്ട് വന്നു. പിന്നീട് 35 മുതൽ 55 വരെ ആയിരുന്നു 2002 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു ഗ്രാമിൻ്റെ വില UAE-യിൽ. അപ്പോൾ ഇവിടെയുള്ള ധാരാളം ആളുകൾ ആ വിലയ്ക്ക് സ്വർണം മേടിച്ചു വെച്ചവരാ. ഇന്ന് അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട് സ്വർണത്തിൻ്റെ വില കൂടി. 10 ഗ്രാം ഗോൾഡിന് 1979 973 ഉണ്ടായിരുന്നത് ഇപ്പോൾ ഉയർന്ന് 10 ഗ്രാമിന് 1,20,000 മാറി. 120 ഇരട്ടിയായിട്ട് മാറി അന്നത്തെ എൻ്റെ. അപ്പോൾ ഇങ്ങനൊക്കെ ഉണ്ടായിട്ടും ആളുകൾ ഇത് സ്വർണം ഒരു അസറ്റ് എന്നുള്ള നിലയ്ക്ക് അതിൽ നിന്ന് ലാഭം എടുക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇതിന് എമോഷണൽ അറ്റാച്ച്മെൻറ്റാണ് കൂടുതൽ. എൻ്റെ ഭർത്താവ് തന്നു, അല്ലെങ്കിൽ അമ്മ തന്നു, അച്ഛൻ തന്നു എന്ന് പറഞ്ഞിട്ട് അത് കൈവിടാൻ വളരെയധികം മടിയാണ്. അതേസമയത്ത് അപൂർവം ആളുകൾ ഇപ്പോൾ വിൽക്കുന്നുണ്ട്. അത് വിറ്റ് ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് പോലുള്ള ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഉണ്ടാവുന്ന ഒരു സാഹചര്യം പല സ്ഥലത്തും വാറ് ഉണ്ട്, അല്ലെങ്കിൽ വാറിന് സദൃശമായിട്ടുള്ള സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ മീന റീജിയനിൽ ഇവിടെ ഉണ്ട്, ഖത്തറിലുണ്ട്, ഖത്തറിലല്ല, വാട്ട് ഇസ് കോൾഡ്, സുഡാനിൽ പ്രശ്നമുണ്ട്, യമനിൽ പ്രശ്നമുണ്ട്, പിന്നെ ഗാസയിൽ പ്രശ്നമുണ്ട്. മറ്റുള്ള ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ റഷ്യയും. ഈ സ്വാഭാവികമായിട്ട് ഈ അരക്ഷിതാവസ്ഥ നിൽക്കുമ്പോൾ സ്വർണ്ണ വില കൂടും. പക്ഷേ ഇതിനി താഴേക്ക് വരാനുള്ളൊരു സാധ്യത അല്ല, ഇത് ഇപ്പം നമ്മൾ 2050 നടന്നല്ലോ. ആ ഒരു വാറ് സ്റ്റോപ്പ് ചെയ്തോടുകൂടി ലോകത്ത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ താഴെ കുത്തൻ്റെ താഴോട്ട് വന്നു എന്നതുപോലെ ഒരു ലീഡർ ഉരുത്തിരിഞ്ഞ് വരികയാണ്. ലോക സമാധാനം
കാക്ഷിക്കുന്ന ഒരാൾ ഉണ്ടാകുകയും ലോകത്തിൽ സമാധാനം ഉണ്ടാകുകയും ചെയ്താൽ ഈ വില താഴോട്ട് വരും. അതേസമയം വെള്ളിയുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സ്വർണത്തിന് കഴിഞ്ഞ ഒരു 2 വർഷം ഉണ്ടായിട്ടുള്ള ഗ്രോത്തിനേക്കാൾ പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് വെള്ളിക്കാണ്. ഇതാരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അത് സ്വർണം വാങ്ങിക്കുന്നതിന് പകരം വെള്ളിയാണ് വാങ്ങിയിരുന്നെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ കൂടുതൽ കിട്ടുമായിരുന്നു. പക്ഷേ ആളുകൾ താല്പര്യം കാണിച്ചത് സ്വർണത്തിലാണ്. ഇപ്പോഴും രണ്ടിനും ഇത്രയും വില കൂടുമ്പോൾ മറ്റൊരു പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള താല്പര്യം. ഒരു ദിവസം ഒരു 10 കോളെങ്കിലും വരുന്നുണ്ട് സ്വർണത്തിൻ്റെ ETF-ൽ, വെള്ളിയുടെ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നല്ല കാര്യമാണ്. സ്വർണത്തിന് വില കൂടുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നല്ല കാര്യമാണ്. നിങ്ങൾക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ETF ഇത് സൂക്ഷിക്കേണ്ട ബാധ്യത ഒന്നുമില്ല. എല്ലാം ഇലക്ട്രോണിക് രൂപത്തിലാണ്. മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. മ്യൂച്വൽ ഫണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡ്, സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ ഡിമാറ്റ് അക്കൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഗോൾഡ്, ഇതൊക്കെ വളരെ സിമ്പിളാണ്. അപ്പോൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല, പണിക്കൂലി പോകുന്നില്ല, ഇതൊന്നുമില്ല. എന്ന് വില കൂടുന്ന ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അതിൽ ഒരു പ്രശ്നമില്ല. ആളുകൾ ചെയ്തോട്ടെ, ഒരു മാറ്റം എന്നുള്ള നിലയ്ക്ക്. അതേ സമയത്ത് എനിക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത്, ഭൂമിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും മലയാളികൾ സൂക്ഷിച്ചു വേണം. കാരണം ഒരു 20 വർഷം മുമ്പ് വാങ്ങിച്ച ഭൂമി ആ വാങ്ങിയ വിലയ്ക്ക്, അതായത് അന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇന്നത്തെ ദർഹം, നമ്മൾ ദർഹം കൺവേർട്ട് ചെയ്തിട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദർഹം റേറ്റിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര ഉറുപ്പിക എന്ന് കണക്ക് കൂട്ടിയാൽ ആ ഉറുപ്പികയ്ക്ക് നമ്മൾ വിൽക്കാന്ന് പറഞ്ഞാൽ വാങ്ങിക്കാൻ ആളില്ല. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഇനി കൂടിയാൽ തന്നെ സ്വർണത്തിന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 79 മുതൽ ഇത്രയും കാലത്തെ സ്വർണത്തിന് ഇപ്പോഴുണ്ടായിട്ട് 120 ടൈംസ് ഗ്രോത്ത് ഉണ്ടായി. ലാൻഡ്, ബോംബെയിലെ ഹയസ്റ്റ് പ്രൈസ് ഉണ്ടായിട്ടുള്ള ലാൻഡ് അതേ വർഷം 79 2500 സ്ക്വയർ ഫീറ്റിന്. ഇപ്പം 2 ലക്ഷമാണ് എന്ന് പറഞ്ഞ് 80 ടൈംസ് ആണ് ആയിട്ടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കണം. സ്വർണത്തിന് 120, ലാൻഡിന് 80 ടൈംസ്. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് അന്ന് 100 ഇപ്പോൾ 81,000. അപ്പോൾ 810 ടൈംസ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് അധിഷ്ഠിതമായിട്ടുള്ള മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ല. രണ്ടാമത് ഉള്ള നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായത് ഗോൾഡ്. മൂന്നാമതാണ് ലാൻഡ്. ഇനി ലാൻഡ് നമ്മുടെ കേരളത്തിൽ വാങ്ങിച്ച് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി വാടക കൊടുക്കുന്നു വിചാരിക്കുക. ആ 2 ഫാക്ടേഴ്സ് അതിലുണ്ട്. ഒന്ന് ലാൻഡിൻ്റെ വില, രണ്ടാമത്തെ ആ ബിൽഡിങ്ങിന് എത്ര ചിലവായി എന്നുള്ളത്. ഈ രണ്ടും കൂടിയതാണ് കോസ്റ്റ് ഓഫ് അസറ്റ്. ആ അസറ്റിന് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ 3% നെറ്റ് റിട്ടേൺ കിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ചിലർ പറയുന്നത് ധൈര്യത്തോടു കൂടി, ഒരു ധൈര്യമില്ല. ഒരാളെ പലരും ഇപ്പോൾ ഇവിടെ നിന്നുള്ള ആളുകളൊക്കെ നമ്മൾ നാട്ടിൽ പോയാൽ നമുക്കൊരു വരുമാനമാണ്, അല്ലെങ്കിൽ ഇവിടുന്ന് വിരമിച്ച് പോയാൽ നമുക്കൊരു വരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ അങ്ങനെ വാങ്ങിയിട്ടവരുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളൊരു വിരമിക്കൽ പ്ലാൻ തുടങ്ങേണ്ടത് എപ്പോഴാണ്, ഏത് ഏജിലാണ്, എങ്ങനെയാണ് സാർ? അത് ഇവിടെ വന്ന കാല് കുത്തിയ ദിവസം മുതൽ വിരമിക്കലിനുള്ളത് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. പ്ലാനിങ് വേണം, സേവിങ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഈ 3 കാര്യം ചെയ്തേ തീരൂ. അതില്ലാതിരുന്നാൽ വിരമിക്കുന്ന സമയത്ത് ഖേദിക്കേണ്ടി വരും. ഞാൻ ഗുരുവായൂർ ഒരു പ്രവാസി സംഘം എന്ന് പറഞ്ഞ സംഘടനയുടെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് നിന്ന് വരെ ഉള്ള ആളുകൾ അവിടെ സന്നിഹിതരായിരുന്നു, ഗൾഫ് റിട്ടേണേഴ്സ്. അവരോട് ഞാൻ പറഞ്ഞ ഇവിടെ പ്രസംഗിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട റിട്ടേണീസായിട്ടുള്ള സഹോദരങ്ങളോട് ഇൻട്രാക്ട് ചെയ്യാനാണ്. നിങ്ങൾ എത്ര പേര് സസന്തോഷം ജീവിക്കുന്നുണ്ട് കൈ ഉയർത്താൻ പറഞ്ഞപ്പോൾ ആ സദസ്സിൽ 5% പേരേ ഉള്ളൂ. നിങ്ങൾ എത്ര പേര് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പേരും അതിനാഗ്രഹിക്കുന്നു. ചിലർ പറഞ്ഞത് കേട്ടപ്പോൾ, അവരുടെ കഥ കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ,
ഞങ്ങളിവിടെ വന്നു രാവിലെ വീട്ടിൽ നിന്നിറങ്ങും, രാത്രി അന്തി ഉറങ്ങാൻ വീട്ടിലേക്ക് വരും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ സ്വസ്ഥത കിട്ടുന്നില്ല, സ്വന്തം വീട്ടിൽ സ്വസ്ഥത കിട്ടുന്നില്ല. അവിടെ ആരാ ഉള്ളത്? ആർക്ക് വേണ്ടി അവരുടെ ജീവിതം ഹോമിച്ചോ അവരാണ് അവിടെ ഉള്ളത്. ഭാര്യ, അവരുടെ മക്കള്, അവരിൽ നിന്നാണ് സ്വസ്ഥത കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഇതുപോലെ നിരന്തരം ആളുകൾ എന്നെ വിളിച്ച് പറയാറുണ്ട്. എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഞങ്ങളോടൊക്കെ പറഞ്ഞു, NH-ൻ്റെ സമീപത്താണ് എൻ്റെ വീടുള്ളത്, നിങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ വീട്ടിൽ വരണം, നമുക്കിരുന്നൊരു ചായയോ സുലൈമാനിയോ കുടിച്ച് പഴയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം, അത് വലിയൊരു റിലീഫാണ് എന്നൊക്കെ പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ എന്താ തിരിച്ചു വന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, എൻ്റെ കുടുംബത്തിന് എന്നല്ല ആവശ്യം, എൻ്റെ പണമാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ചെയ്ത് വല്ലതും കിട്ടിയാൽ അയച്ചു കൊടുക്കാം. ഇതുപോലെ എത്രയോ വേദനജനകമായിട്ടുള്ള അനുഭവങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഭാവിയെ പറ്റിയിട്ട് ഇത്രമാത്രം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് വളരെ സംതൃപ്തിയാണ് ഇപ്പോഴ്. ധാരാളം ആളുകൾ മാറ്റം ഉണ്ടാക്കിയിട്ട് സന്തോഷത്തോടുകൂടി എനിക്ക് സ്റ്റേറ്റ്മെൻ്റ് അയച്ചു തരാണ്, സാറേ അന്ന് ഇങ്ങനെയൊക്കെ കുറേ കാലം കേട്ട് ചെയ്തില്ല, പക്ഷെ പിന്നീട് ചെയ്തു തുടങ്ങിയപ്പോൾ ഇത്ര 1 കോടിയുടെ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് അയച്ചു തരുന്നത്. 1 കോടി ഉറുപ്പിയോടുകൂടി നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ ജീവിക്കുന്ന സമയത്ത് SWP സിസ്റ്റമാറ്റിക് വിഡ്രോവലായിട്ട് ഏറ്റവും ചുരുങ്ങിയത് പ്രതിമാസം 60,000 ഉറുപ്പിക എടുക്കാം എന്ന് പറഞ്ഞാൽ പ്രതിദിനം 2,000 ഉറുപ്പിക, അത്രയൊന്നും ആവശ്യമില്ല ജീവിക്കാൻ. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും അച്ചടക്കം ഉണ്ടാകും, ജീവിത യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം, ഒരു ടോട്ടൽ റെവല്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു എളിയ പങ്കാളിത്തം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് വളരെ ഞാൻ അവരോട് പറയും, ഇത് നിങ്ങൾ ഞാൻ ചെയ്തു എന്ന് പറയരുത്, എനിക്കതിൽ ഒരു റോളുമില്ല, ഞാനിങ്ങനെ പറയുന്നു അതിങ്ങനെ നടത്തുന്നു. പക്ഷെ നിങ്ങൾക്കൊരു ശുഭമുഹൂർത്തത്തിൽ ഇതനുസരിച്ചാലോ എന്ന് തോന്നി. അത് തോന്നിച്ചത് ദൈവം തമ്പുരാനാണ്. എപ്പോഴും ദൈവം തമ്പുരാനോട് സ്തുതിക്കുക, പ്രാർത്ഥിക്കുക, ഇതിൽ കോട്ടം വരരുതേ, ഇത് തുറന്നു പോകണേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇപ്പം സാറ് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു വിരമിക്കൽ കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒരു വാടക വീടോ അല്ലെങ്കിൽ ഒരു സ്രോതസ്സ് മാത്രം കണ്ടുകൊണ്ട് പലരും ഈ വിരമിക്കൽ പ്ലാൻ ചെയ്യാറുണ്ട്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആണ്? അത് വിരമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് വാടക കൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റാണ്. മാത്രമല്ല പലരും പറയാറുണ്ട് വിരമിച്ചു കഴിഞ്ഞാൽ ഇനി ചെലവൊന്നുമില്ല. അതും തെറ്റാണ്. കാരണം നമ്മുടെ ഒരു ആരോഗ്യാവസ്ഥ മോശമാവുന്ന സമയം നമ്മുടെ പ്രായം പ്രായം മനസ്സിലാക്കണം. അല്ലറ ചില്ലറ രോഗങ്ങളുണ്ടാവും. മാത്രമല്ല മക്കളൊക്കെ ഇന്ന് ലോകത്തിൽ എവിടെയൊക്കെയാണ്. അതെ അതെ അതും നമുക്ക് അതും പറയാൻ പറ്റില്ല. കാരണം അതൊരു അവരവരുടെ അനിശ്ചിതമായിട്ടുള്ള ജീവിതം കാര്യങ്ങൾ നമുക്ക് ആരെയും ഇപ്പൊ അവിടെയൊക്കെ പിടിച്ചു പോയി നിർത്താൻ പറ്റില്ല. കഴിഞ്ഞാൽ ആദ്യം മുതൽ ഇപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ അവിടെ കാല് കുത്തിയ സമയത്ത് തുടങ്ങും. സ്വന്തമായിട്ട് വീട്, അതെ അതെ വീട് അതെ, അവർ യാത്രകൾ ചെയ്യുന്നു. അത് തന്നെയാണ് വലിയൊരു മാറ്റമായിട്ട് അത് ഫീൽ വലിയൊരു ചെയ്യുന്നത്. മാറ്റമാണ് കാരണം പണ്ടത്തെ ഉണ്ടാകുന്നത്. പ്രവാസികളിവിടെ വന്ന് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവരുടെ ശമ്പളത്തിൽ നിന്ന് സമ്പാദ്യം അടക്കം മാറ്റി വെച്ചിട്ട് മറ്റൊരു ജീവിതം ജീവിക്കുമ്പോൾ ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് അവരവരുടെ ഇഷ്ടങ്ങൾക്കൊത്ത് ജീവിക്കുന്ന ഒരു തലമുറ കൂടിയാണല്ലോ, അല്ലേ? അതെ, അതുകൊണ്ട് അതേ സമയത്ത് പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ലാൻഡ് ഉണ്ടായാൽ അതിൽ നിന്ന് ജീവിക്കാനുള്ളത് കിട്ടില്ല. നമ്മുടെ നാട്ടിൽ റബ്ബർ വെട്ടിയാൽ പൈസ അങ്ങോട്ട് കൊടുക്കണം, നാളികേരം വലിച്ചാൽ പൈസ അങ്ങോട്ട് കൊടുക്കണം, നഷ്ടമാണതെല്ലാം. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്യാതെ യുക്തിപൂർവം കാര്യങ്ങൾ ചെയ്യുക. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലുള്ള ചെയ്ത ആളുകൾക്ക് ഉള്ള അനുഭവമാണ് ഞാൻ പറഞ്ഞത്. സുഖമായിട്ട് അവർക്ക് അതിൽ നിന്ന് ഒരു SWP വഴി പണം എടുത്ത് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയത്ത് മറ്റുള്ളത് ചെയ്താൽ ഒന്നും നടക്കുന്നില്ല. ബാങ്കിലിട്ടാൽ നമുക്ക് 7% ആണ് കിട്ടുക, അതിന് ടാക്സ് പോകും. കാരണം വലിയ സംഖ്യയൊക്കെ ആകുമ്പോൾ 30% വരെ ടാക്സ് പോകും.
അപ്പോൾ മാത്രമല്ല ഇപ്പോൾ 7% മാക്സിമം പലരും അതിൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻഫ്ലേഷൻ കൊടുക്കുന്നത്. അതെ, അതിനേക്കാൾ കൂടുതലാണ്. കൂടുതലാണ്. അപ്പോൾ നമുക്കത് മതിയാവാതെ മതിയാവും. വരും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം. ഇതൊരു സുപ്രഭാതത്തിൽ നടക്കേണ്ട കാര്യമില്ല. അത് വിദഗ്ധരായിട്ടുള്ള ആളുകളോട് അന്വേഷിച്ച് മനസ്സിലാക്കി കൺവിൻസ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. സാർ, ഞാൻ അവസാനിപ്പിക്കും മുൻപ് ഒരു കാര്യം കൂടി ചോദിക്കാം. സാർ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പം ഞാൻ ഇവിടെ നിന്ന് പോയാലും സാറിൻ്റെ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തണം. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, അതിൻ്റെ ഒരു കോർ കണ്ടന്റ് ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് സാറിൻ്റെ ആഗ്രഹം എന്ന് എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ അത് എത്രത്തോളം എങ്ങനെയാണ് സാർ ആ ഒരു ആഗ്രഹത്തെ, അല്ലെങ്കിൽ ഇത്രയും കാലത്തെ ഒരു അനുഭവം കൊണ്ട് എന്താണ് സാറിനത് മനസ്സിലായത് ആളുകൾ? രചിത, ഞാൻ വളരെ സംതൃപ്തനാണ്. ഒന്ന്, മീഡിയ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴ് ഒരു 4-5 മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഇപ്പോൾ ഈ ചെയ്യുന്ന പോലെ ചെയ്യിക്കുന്നുണ്ട്. ആ മെസ്സേജ് പോകുന്നു. അതൊന്ന്. രണ്ടാമത്, ഈ അനുഭവസ്ഥരായിട്ടുള്ള ആളുകളാണ് എൻ്റെ സന്ദേശവാഹകർ. ചിലർ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് പോക്കറ്റിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അവരെ പോയി ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം അവർക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കണമെങ്കിൽ ആദ്യം ഇതാണ് സംസാരിക്കുക. അപ്പോൾ സംസാരിക്കുമ്പോൾ തോന്നുകയാണ് ആ ഷോപ്പ് ഉടമ ഇയാളുടെ പോക്കറ്റിലായി എന്നുള്ളത്. കാരണം അവരുടെ പ്രശ്നമാണ് ഈ സംസാരിക്കുന്നത്. അതൊക്കെ സംസാരിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കൺവിൻസ് ആവും. അങ്ങനെയുള്ള ആളുകളെ ഇവർ തന്നെ വണ്ടിയിൽ കയറ്റി കൊണ്ടുവന്ന് ഇതൊക്കെ ചെയ്യിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഫോമുകളൊക്കെ ഞങ്ങളിൽ നിന്ന് മേടിച്ച് കൊണ്ടു കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന കുറേ ആളുകൾ എൻ്റെ GCCയിലുണ്ട്. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു മാറ്റമാണ്. എനിക്ക് എന്തെന്നില്ലാത്ത സംതൃപ്തി. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു തന്നെയാണ്, കാരണം ആ ആശയം ഒരിക്കലും പഴതാവുന്നില്ല സാറ് പറഞ്ഞത്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിന്റെ ഒരു പങ്ക് നമ്മൾ എന്തായാലും മാറ്റി വെച്ചേ പറ്റുള്ളൂ. അത് നമുക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളൊരു ബോധ്യം എപ്പോൾ വരുന്നോ അവിടെയാണ് ഒരു സക്സസ് എന്ന് പറയുന്നതല്ലേ സാർ? ഇപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ സമ്പാദ്യവും നിക്ഷേപവും എന്നുള്ള പുസ്തകം 2018 ലോഞ്ച് ചെയ്തത്. ഇപ്പം അതിലെ 3rd എഡിഷൻ അടുത്ത് ഇറക്കാൻ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു DC ബുക്സ്. ആളുകൾ വായിക്കുന്നുണ്ട്. അത് ഇന്നലെ കേരളത്തിലെ വളരെ ഉന്നത പിന്നെ എന്തെന്നാ പറയുക, ഒരു ഫീൽഡിൽ അത്യുന്നത നിലയിലുള്ള ഒരാൾ രാത്രി കാണാനിട വന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വായിച്ചു. പറയാൻ പറ്റുമോ? പറയുന്നില്ല ഞാൻ. കാരണം അദ്ദേഹം അത്രയും വലിയൊരു മനുഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അല്ല, നമുക്ക് തന്നെ പേഴ്സണലായിട്ടൊരു സംശയങ്ങളോ അല്ലെങ്കിൽ ഒരു ആശങ്കയോ വരുമ്പം ഇപ്പം ഒന്നുകിൽ സാറിനെ അല്ലെങ്കിൽ സാറിൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുന്ന ഒരാളെ വിളിച്ചിട്ടാണ് ഇനി ഇത് എങ്ങോട്ടാണ് പോവുക, അപ്പോൾ സ്വർണത്തിൻ്റെ വില അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് ഒക്കെ നമ്മളും പേഴ്സണലായി കൂടി ഇപ്പോൾ വാർത്തകൾക്കപ്പുറത്തേക്ക് ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ എന്തായാലും ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോവുക. ഒരുപാട് കാലം ഇനിയും ഒരുപാട് ആശയങ്ങൾ, അതായത് സാർ മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഒരുപാട് പേരിലേക്ക് എത്തട്ടെ എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഒരുപാട് നന്ദിയുണ്ട് വന്നതിനും സംസാരിക്കും. താങ്ക് യു. നന്ദി. നമസ്കാരം.